നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളൊന്നും എല്ലാം തികഞ്ഞവരല്ല നമ്മൾ ആരും. നമ്മൾക്കൊക്കെ പോരായ്മകളൊക്കെ എല്ലാവർക്കും ഒരുപാട് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾക്ക് ചില പോരായ്മകൾ ഇതിന്ന പോരായ്മകളാണ് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തന്നാൽ നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നമ്മളത് മാറ്റിയെടുക്കാറുണ്ട്. അത് മനുഷ്യ സഹജം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഒരു പത്രം തന്നെയാണ് ജന്മഭൂമി എന്ന് പറയുന്ന പത്രം. അതുപോലെ TV ചാനലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ജനൻ TV എന്ന് പറയുന്ന നമ്മുടേതായിട്ടുള്ള ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ചാനൽ അത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ എന്നറിയാം. അത്തരത്തിലൊരു പത്രം നോക്കിക്കഴിഞ്ഞാൽ ആകെയുള്ളത് ഈ ജന്മഭൂമി എന്ന് പറയുന്ന പത്രം തന്നെയാണ്. പക്ഷെ ആ ജന്മഭൂമിയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ടും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് അറിയുന്ന വ്യക്തിയാണ് എന്ന് പറയാൻ കാരണം, ഞാൻ എൻ്റെ വീട്ടിൽ വരുത്തുന്നത്, എൻ്റെ മോൻ ഗുരുകുലത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോന്റെ ഇപ്പൊ അറിയാലോ, കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പത്രവാർത്ത വായന, പിന്നെ ഈ പത്രം എഴുത്ത്, അതിലത്തെ ഓരോ വാർത്തകൾ എഴുതി കൊണ്ടു ചെല്ലണം. ഇങ്ങനെ ഒരുപാട് പ്രൊജക്ടുകളൊക്കെ ഉള്ളതാണ് എന്നുള്ളത് കുട്ടികളുള്ള വീട്ടിലുള്ള രക്ഷിതാക്കൾക്ക് അറിയാൻ പറ്റും. അത്തരത്തിൽ ഞാൻ ഈ പറയുന്ന രാജ്യദ്രോഹി മാധ്യമങ്ങളായിട്ടുള്ള മാതൃഭൂമി ആയാലും മനോരമയായാലും മറ്റൊരു പത്രവും ഞാൻ വരുത്താറില്ല. ഈ ജന്മഭൂമി അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഓരോ മാന്യ പ്രേക്ഷകർക്കും അറിയുന്നത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ അതെല്ലാം സഹിച്ചുകൊണ്ട് ആ പത്രം വരുത്താറുണ്ട്. എൻ്റെ ഇവിടെ നേരിട്ട് ഏജൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് മറ്റ് 2-3 ആളുകൾ കെയർ ഓഫിലൊക്കെയാണ് എൻ്റെ വീട്ടിലേക്ക് അത് എത്തുന്നത്. അപ്പൊ ഞാൻ വീട്ടിലില്ലെങ്കിൽ പോലും ഈ പത്രം വീട്ടിലേക്ക് എത്തിക്കാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടൊക്കെ മറ്റ് ആളുകളെ കൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. വേറെ ഏതെങ്കിലും പത്രം എടുത്തിട്ട് കുട്ടിയുടെ ഈ ആവശ്യം നടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു പത്രം അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ 1 രൂപ പോലും ഈ രാജ്യദ്രോഹികളുടെ കയ്യിലേക്ക് പോകരുത് എന്ന വാശിയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇന്ന് രാവിലെ തന്നെ എന്റെ ശ്രദ്ധയിൽ ഒരു വാർത്ത പെട്ടു. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലടക്കം ലൈവ് കണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബംഗ്ലാദേശ് ഹിന്ദുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ RSSന്റെ ആ ഒരു നേതൃത്വത്തിൽ നടന്ന ഇവിടുത്തെ പ്രാദേശിക കൂട്ടായ്മ, RSSന്റെ കൂട്ടായ്മയിൽ നടന്ന ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജാമിദ ടീച്ചർ ആയിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. ശ്രീ കാബ സുരേന്ദ്രൻജി ആയിരുന്നു മറ്റൊരു പ്രാസംഗികനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാബ സുരേന്ദ്രൻജിയുടെ മെയിൻ ഫോട്ടോ കൊടുത്തുകൊണ്ടും ജാമിദ ടീച്ചർ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഫോട്ടോ കൊടുത്തുകൊണ്ടൊക്കെ ഗംഭീരമായിട്ട് ജന്മഭൂമി വാർത്ത കൊടുത്തിരുന്നു. പക്ഷെ അതിന് താഴെ അവർ കൊടുത്തിട്ടുള്ള ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വലിയ തെറ്റ്, ഇത് വലിയ തെറ്റ് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മാന്യ പ്രേക്ഷകർക്ക് ഇതിലെ മറ്റ് വിശദാംശങ്ങൾ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അവർ വെറും കൊടുത്തിരിക്കുന്നത് ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന ജാമിദ എന്ന് മാത്രമാണ് കൊടുത്തത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ജാമിദ എന്ന പേര് ഇവിടെ ഉപയോഗിക്കുക ഇസ്ലാമിക ഭീകരവാദികളും പിന്നെ ഈ പറയുന്ന രാജ്യദ്രോഹി വിഭാഗങ്ങളും ഒക്കെ. ഈ ടീച്ചർ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അദേശീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പൊതുശത്രുവായിട്ടുള്ള ലോകത്തിന്റെ പൊതുശത്രുക്കളോട് ഏറ്റുമുട്ടാൻ വേണ്ടിയും അവരുടെ തന്നെ സമുദായങ്ങൾ ആയിട്ട് പോലും അത് വിട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ആ ടീച്ചറെ ഏറ്റവും ഇകഴ്ത്തുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജാമിദ എന്ന് പറയുന്ന ആ വാക്ക്. അവർ ഒരു അധ്യാപികയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബഹുമാനത്തോടു കൂടി തന്നെ ജാമിദ ടീച്ചർ എന്നാണ് എവിടെ നോക്കിയാലും അവരെ നമ്മൾ സൂചിപ്പിക്കാറ്. പക്ഷെ ജന്മഭൂമിയിൽ വന്ന വാർത്തയ്ക്ക് അടിക്കുറിപ്പ് കൊടുത്തത് ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന ജാമിദ എന്ന രീതിയിലാണ്. അത് ഞാൻ ഇവിടുത്തെ വലിയ ജന്മഭൂമിയുടെ ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്കറിയാം, കാവാലം എന്ന് പറയുന്ന വീട്ടുപേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഓർമ്മ വരും എന്താ, കാവാലം നാരായണ പണിക്കർ എന്ന് പറയുന്ന, ഇപ്പൊ നാടകരംഗത്തായാലും നാടക ആചാര്യനായാലും ഇനി സിനിമാ ഗാന രചയിതാവ് ആ രംഗത്തായാലും തൻ്റെതായിട്ടുള്ള പാത വെട്ടിത്തെളിച്ച് വന്ന് അത്ര കണ്ട് ഉന്നത പദവി അലങ്കരിച്ചിരുന്ന നാരായണ പണിക്കർ സാർ, അദ്ദേഹത്തെയാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. പിന്നെ കാവാലം ശ്രീകുമാർ സാർ, ഇങ്ങനെ ഒട്ടേറെ കാവാലവുമായി ബന്ധപ്പെട്ടുള്ള ആ കുടുംബ പേരിന്റെ നാമം കടന്നു വരാറുണ്ട്. പക്ഷെ ഈ പറയുന്ന ജന്മഭൂമി എനിക്ക് തോന്നുന്നു അയാൾ ഡെപ്യൂട്ടി എഡിറ്ററോ അങ്ങനെ എന്തോ പൊസിഷനിലാണ് അയാൾ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഈ പറയുന്ന കാവാലം ശശി എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്പർ ഞാൻ ഇന്ന് കളക്ട് ചെയ്തു. കാരണം അയാളാണ് ഇതെല്ലാം കാണുന്നത്. അയാൾ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല എന്ന രീതിയിൽ തന്നെ എനിക്ക് അയാളെ ഞാൻ വിളിച്ചു. അയാളെ ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ, അയാളെ എന്നുള്ളത് എനിക്ക് ബഹുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം അയാളിൽ നിന്ന് എനിക്ക് നേരിട്ട വളരെ ഇറിറ്റേറ്റബിൾ, അതല്ലെങ്കിൽ വളരെ എന്താ പറയുക, അസഹിഷ്ണുത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ,
അഹങ്കാരം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതിന്റെയൊക്കെ ഒരു മൂർധന്യ ഭാവമായിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന ധാരണയോടുകൂടി സംസാരിക്കുന്ന മനുഷ്യനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾക്കറിയാം, ജന്മഭൂമി എന്ന് പറയുന്ന നമ്മുടെ ആ പത്രസ്ഥാപനത്തിനെതിരെയോ അതല്ലെങ്കിൽ ആ വലിയൊരു പ്രസ്ഥാനത്തിനെതിരെയോ അല്ല നമ്മൾ. പക്ഷെ ഇതുപോലെയുള്ള ഈ കാവാലം എന്ന് പറയുന്ന ഈ നാരായണ പണിക്കർ സാറായാലും ശ്രീകുമാർ സാർ ഇത്തരത്തിൽ കാവാലം ആ കുടുംബവുമായി ബന്ധം ഇയാളുടെ ഈ കാവാലത്തിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാവാലം ശശി ഉണ്ടെങ്കിൽ അയാൾ ആ കാവാലം എന്ന് പറയുന്ന വാക്ക്, ആ കുടുംബ പേരുണ്ടല്ലോ, അതിനോട് കാണിക്കുന്ന വലിയ നെറികേടാണ് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇയാളോട് ഞാൻ ഇയാളെ എന്ന് വിളിക്കുന്നത്, എനിക്ക് അയാളുടെ സംസാരവും അയാളുടെ റെസ്പോൺസും കണ്ടപ്പോൾ സത്യത്തിൽ കൃത്യമായിട്ട് മനസ്സിലായി അയാളുടെ അഹങ്കാരം, ധാർഷ്ട്യം എത്രത്തോളമാണ് എന്നുള്ളത്. എനിക്ക് ഈ കാവാലം ശശിയുടെ നമ്പർ തരുന്ന സമയത്ത് എനിക്ക് തന്ന ആൾ തന്നെ പറഞ്ഞു, ജന്മഭൂമിയിലുള്ള ആൾ തന്നെ, ബൈച്ചേട്ട അയാൾ ഭയങ്കര ജാടയും അഹങ്കാരിയും ധാർഷ്ട്യവുമുള്ള ആളാണ്, അത് പ്രകടിപ്പിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അത് പ്രകടിപ്പിച്ചോട്ടെ, കുഴപ്പമില്ല, ഞാനൊരു വരിക്കാരനാണ്, ഈ പറയുന്ന ജന്മഭൂമി വായിക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലാണ് വിളിക്കുന്നത്. അയാൾ എന്ത് ധാർഷ്ട്യവും അഹങ്കാരവും കാണിക്കാനാണ് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. എന്തായാലും ഞാൻ ഇയാളെ വിളിച്ച സമയത്ത് ഞാൻ ഇയാളോട് പറഞ്ഞു, ഇങ്ങനെ ജാമിത എന്ന് കൊടുക്കാൻ പാടില്ല, നിങ്ങൾ ജാമിത ടീച്ചർ എന്ന് കൊടുക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയാമോ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. ഞങ്ങൾ എന്ന് വലിയ ഡയലോഗാ പറയുന്നത്, ഞാൻ എടുത്തു എന്ന രീതിയിൽ തന്നെയാ പറയുന്നത്. അതായത് അയാൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഇവിടെ ഒരാൾക്ക് മാത്രമേ ഇവിടെ ടീച്ചർ എന്ന പദവി ഇവർ കൊടുത്തിട്ടുള്ളൂ അത്ര. നമ്മൾക്കറിയാം, നമ്മുടെ എല്ലാം ബഹുമാന്യായിട്ടുള്ള നമ്മുടെ ടീച്ചർ അമ്മയായിട്ടുള്ള ശശികല ടീച്ചർ, അതിൽ നമുക്ക് ഒരു കുറ്റമില്ല. ശശികല ടീച്ചർ എന്ന് തന്നെയാണ് വെക്കേണ്ടത്. ബഹുമാന്യ എന്ന് കൂടി വെച്ചാൽ വലിയ സംഭവം, നമുക്കൊക്കെ താല്പര്യം തന്നെയാണ്. ആ ടീച്ചർക്ക് മാത്രമേ ടീച്ചർ എന്ന പദവി വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ഈ ഞങ്ങൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ജന്മഭൂമിക്ക് ഒരു ബോഡി ഉണ്ടല്ലോ, അതാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ എന്തുകൊണ്ടാണ് ശശികല ടീച്ചറെ മാത്രം ടീച്ചർ എന്ന് വെക്കുന്നത്? ജാമിത ടീച്ചർ അവരും ഒരു അധ്യാപികയായിരുന്നല്ലോ, അപ്പോൾ എന്താണ് ഇതിൽ രണ്ടു പേർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് മറുപടിയില്ല. മാത്രമല്ല, അയാളോട് ഞാൻ അതിന്റെ വേദന മനസ്സിലാവാൻ വേണ്ടി ഞാൻ അയാളോട് പറഞ്ഞു, ഇപ്പോ അങ്ങയുടെ അച്ഛനും അമ്മയും അധ്യാപകനും ടീച്ചറുമായിരിക്കാം, അപ്പൊ അവരെ അതായത് ലോക്കല് ആ സ്ഥലത്തൊക്കെ അറിയപ്പെടുന്നത്, അവർ സമൂഹത്തിൽ അറിയപ്പെടുന്നത് ടീച്ചർ എന്ന പദവിയോടുകൂടിയാണെങ്കിൽ ആ ടീച്ചർ എന്ന പദവി കൊടുക്കാതെ ഇത്തരത്തിൽ നിങ്ങളുടെ അമ്മയ്ക്ക് വന്നാൽ അതല്ലെങ്കിൽ അച്ഛന് അനുഭവത്തിൽ വന്നാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോ ഇയാളപ്പ പറഞ്ഞെന്തെന്നറിയാമോ, ഓ നിങ്ങൾ എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അച്ഛനെ അപമാനിച്ചുകൊണ്ട്, എന്റെ അച്ഛൻ മരിച്ചിട്ട് 2013 മരിച്ചത്, അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കള്ളൻ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആക്ഷേപിച്ച് ഇയാൾ സംസാരിക്കുന്നു. അതിന് ഞാൻ തിരിച്ച് മറുപടി കൊടുത്തു. കാരണം ഒന്നും കൊണ്ട് വീട്ടിൽ പോണ പരിപാടി നമ്മൾക്കില്ല. തിരിച്ച് ഞാൻ അയാൾക്കും കൊടുത്തു, നിങ്ങളുടെ അച്ഛൻ ബലാത്സംഗ വീരനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പത്രത്തിൽ കൊടുക്കേണ്ടതുണ്ടോ എന്ന രീതിയിൽ ഞാൻ തിരിച്ചും അങ്ങോട്ടും പറഞ്ഞു, എന്റെ അച്ഛനെ പറഞ്ഞതുകൊണ്ട് തന്നെ. എന്തായാലും ഇത് വലിയ വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നത്. ഇനി അതിനുശേഷം ഞാൻ ഇവരുടെയൊക്കെ ഹെഡായിട്ടുള്ള, ഇവരുടെ മാനേജർ ആയിട്ടുള്ള ജയ എന്ന് പറയുന്ന മാമിനെ വിളിച്ചു. ആ ജയ എന്ന് പറയുന്ന മാമിനെ വിളിച്ച ഓഡിയോ അത് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ഈ വീഡിയോ ഫോർമാറ്റിലാണ് ഇതുള്ളത്. ഈ വീഡിയോ ഫോർമാറ്റിൽ കാണിക്കുന്ന ചിത്രം, ജാമിത ടീച്ചറോടൊപ്പം കാണുന്ന ചിത്രമാണ് ഈ കാവാലം ശശി എന്ന് പറയുന്ന ഈ ധാർഷ്ട്യക്കാരൻ, ഈ അഹങ്കാരി എന്ന് കൂടി മനസ്സിലാക്കുക. കേട്ട് നോക്കാം നമ്മൾക്ക്. ഹലോ, ജന്മഭൂമിയുടെ മാനേജർ അല്ലേ ജയ എന്ന് പറയുന്ന ചേച്ചി അല്ലേ? എന്റെ പേര് ബൈജു എന്നാണ്. പിന്നെ ഞാൻ ജന്മഭൂമിയുടെ ഒരു വരിക്കാരനാണ്. പിന്നെ ഞാനൊരു പരാതി പറയാൻ വേണ്ടിട്ട് ഈ കാവാലം ശശിയോ അങ്ങനെ എന്തോ ഒരു ആളുണ്ടല്ലോ, അയാളെ വിളിച്ചിരുന്നു. അപ്പൊ അയാള് ഒടുക്കത്തെ ജാട ഇറക്കിയിട്ടുള്ള സംസാരമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ നമ്പർ കളക്ട് ചെയ്ത് വിളിക്കുന്നത്. ഞാനൊരു ന്യൂസ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ്, ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഞാൻ എന്റെ മോന് ഇവിടെ ഗുരുകുലത്തിലായതുകൊണ്ടാണ് ഈ ജന്മഭൂമിയുടെ ഒരു വരിക്കാരൻ കൂടി ആയിരിക്കണത്. അപ്പൊ എനിക്ക് ഇവിടെ കോപ്പി കിട്ടാത്തത് കൊണ്ട് ഞാൻ ദൂരെ പോയിട്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്ന് അതിലൊരു വാർത്ത, നിലമ്പൂരാണ്, മലപ്പുറം നിലമ്പൂരാണ്. അപ്പൊ അതിൽ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കാബ സുരേന്ദ്രൻജിയും ജാമിദ ടീച്ചറും പങ്കെടുത്ത ബംഗ്ലാദേശ് ഐക്യദാർഢ്യ സെമിനാറിന്റെ അപ്പൊ അതില് ഒരു ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി, അതെ ഇന്നത്തെ പേപ്പറിൽ. അപ്പൊ അതില് ഇപ്പൊ നിങ്ങൾ ശശികല ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ മുൻ അധ്യക്ഷയുടെ പേര് മാത്രം ടീച്ചർ കൂട്ടി കൊടുക്കാറ് എന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ ഈ ജാമിദ ടീച്ചർ എന്നുള്ളത് ടീച്ചറായിട്ട് തന്നെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ ജാമിദ ടീച്ചർ. അപ്പൊ അവരുടെ ഫോട്ടോയ്ക്ക് താഴെ ജാമിദ എന്ന അഭിസംബോധനയോടെയാണ് അതിന്റെ അടിയിലുള്ള അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ചോദിച്ചിട്ടാണ് ഞാൻ ഇയാളെ വിളിച്ചിരുന്നത്, ഈ ശശീനെ വിളിച്ചിരുന്നത്. ഈ ശശി ആരാ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറാ?
ആണല്ലേ? അയാളുടെ നമ്പറാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പൊ അയാളെ ഞാൻ ആദ്യം വിളിച്ചത്. അപ്പൊ നമ്മൾ ഈ മേഖലയിൽ തന്നെ ആയതുകൊണ്ടേ ഇത് ഒരു ശുദ്ധ തെണ്ടിത്തരമാണ് എന്ന് ഞാൻ പച്ചയ്ക്ക് പറയാൻ വേണ്ടിയാണ് താങ്കളുടെ നമ്പർ വാങ്ങിയത്. കാരണം ഇതെനിക്കൊരു വാർത്ത ചെയ്യേണ്ട കാര്യം കൂടിയുണ്ട്. കാരണം ഇത്രയ്ക്ക് അസംബന്ധം കാണിക്കുകയും മാത്രമല്ല നിങ്ങളത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് ശശികല ടീച്ചറുടെ എനിക്ക് തോന്നുന്നു എഡിറ്റോറിയൽ നമ്മളെ അഡ്മിനിസ്ട്രേഷൻ സൈഡാണ് ഇപ്പൊ ഇത് വരുന്നത്. വാർത്തകളൊക്കെ കൊടുക്കുന്ന എഡിറ്റോറിയൽ സൈഡിൽ നിന്നാണ്. അപ്പം പൊതുവില് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ജയചന്ദ്രൻ മാസ്റ്റർ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ സാറിനെ നമ്മള് എല്ലാം മാഷും ടീച്ചറും എത്തിയിട്ടാണ് ഇപ്പം ജന്മഭൂമി അങ്ങനെ ഒരു ഇതിലാണ് തോന്നുന്നു ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൊതുവില് ടീച്ചർ എന്നുള്ളതും മാസ്റ്റർ എന്നുള്ളതും ഒക്കെ നമ്മള് ഒഴിവാക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്കൊരു ഉത്തരം കിട്ടിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങേരുടെ നമ്പർ വാങ്ങി വിളിച്ചത്. അപ്പൊ ഈ ശശികല ടീച്ചർ എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കണം? ഞാൻ ടീച്ചറോടുള്ള ബഹുമാനം നിലനിർത്തി തന്നെ പറയുന്നുണ്ട്. ശശികല ടീച്ചർ നമുക്ക് അത്രയും ആരാധ്യമായിട്ടുള്ള അല്ല, എന്തുകൊണ്ടാണാവലെ? അതിന്റെ ഉത്തരമാണ് എനിക്ക് രണ്ട് ഭാഗത്തും കിട്ടാത്തത്. ഈ കാവാലം ശശി എന്ന് പറയുന്ന വ്യക്തിയും തരാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ ശശി എന്ന് പറഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തിയാണ് അയാള് ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാനും അങ്ങും സംസാരിക്കുന്നത് രണ്ട് മനുഷ്യന്മാർ സംസാരിക്കുന്ന രീതിയിലാണ്. എന്റെ ഒരു സംശയം, ഞാനൊരു വരിക്കാരൻ കൂടിയാണല്ലോ. കാരണം കസ്റ്റമർ എന്ന ഒരു പദവി ഉണ്ടല്ലോ ഇത് വായിക്കുന്ന ഒരാൾക്ക്, അല്ലെ? അപ്പൊ കസ്റ്റമർ ആണല്ലോ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത്. ഒരു ബിസിനസ് തന്നെയാണല്ലോ പത്രം എന്ന് പറയുന്നത്. അല്ലാണ്ട് സാമൂഹിക സേവനത്തിന് ഫ്രീ ആയിട്ടല്ലല്ലോ പത്രം ഞാൻ വാങ്ങണത്. അതുകൊണ്ട് എനിക്ക് ഈ ശശികല ടീച്ചർക്കും മറ്റുള്ള ടീച്ചർമാർക്ക് എന്താ വ്യത്യാസം എന്ന് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. കൃത്യമായിട്ട് എനിക്കും പറയാൻ കഴിയാത്തൊരു സംഗതിയാണ്. അങ്ങനെ പറയാൻ പറ്റാത്തൊരു സംഗതിയില് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോ അതിൽ എന്ത് ഔചിത്യാണുള്ളത് മാം? അത് ഞാൻ എഡിറ്റോറിയലിനെ നമ്മളെ മുതിർന്ന ആൾക്കാരോട് ഒന്നും കൂടി ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ആരാണ് ഇതിന്റെ മേലുള്ളത്? നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ചോദിച്ചോളാം. ഞാനൊരു പ്രേക്ഷകൻ കൂടിയാണല്ലോ, ഒരു വരിക്കാരൻ കൂടിയാണല്ലോ, എന്റെ അവകാശമാണല്ലോ. ആരാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഒരാൾക്ക് മാത്രം കൊടുക്കുന്നതിനെ നമ്മൾ എന്താണ് സൂചിപ്പിക്കാറ്? ഒരാൾക്കും അതിപ്പോ അങ്ങേക്ക് ഒരു പ്രത്യേക പൊസിഷനിൽ, ഇപ്പൊ ഒരു പബ്ലിക് സ്പീക്കർ ആയിക്കോട്ടെ, ഒരു പൊതുപ്രവർത്തക ആയിക്കോട്ടെ, അവരിൽ ഒരാൾ ടീച്ചറും രണ്ടുപേരും ടീച്ചറാണെങ്കിൽ ഒരാളെ മാത്രം ടീച്ചർ എന്ന് കൊടുക്കുമ്പോ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടീച്ചർക്ക് മാത്രം ഒരു എക്സെപ്ഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അതിന്റെ ഉത്തരം പറയൂ. കൊടുത്തു എന്തുകൊണ്ട്? അത് ഇയാളും പറഞ്ഞു. ഈ കാവാലം ശശി എന്ന് പറയുന്ന വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു ടീച്ചർക്ക് മാത്രം ഒരു ഇത് കൊടുത്തു. എന്തുകൊണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം പൊസിഷൻ, നിങ്ങളുടെ പൊസിഷനിൽ സെയിം രണ്ടുപേരുണ്ട് എന്ന് കരുതുക. നിങ്ങളുടെ അപ്പുറത്തെ ആ ചെയറിൽ അവരിയ്ക്കുക കരുതുക. നിങ്ങൾക്കൊരു പൊസിഷൻ തന്നിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ചോദ്യം എനിക്ക് മനസ്സിലായി എന്താണെന്ന്. ഇത് വായിക്കുന്ന ഒരാളുണ്ടല്ലോ ചേച്ചി, ഇത് വായിക്കുന്ന ഒരാളുണ്ടല്ലോ, അവരുടെ ഫീൽ എന്താണെന്ന് അറിയാം. കാരണം ജാമിത ടീച്ചറെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്ന എനിക്കറിയാം, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവര് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയൊരു ഫൈറ്ററാണ് അവര്. അവരുടെ സമൂഹം, ആ ഒരു സമുദായം വിട്ടുകൊണ്ട് ആ സമുദായത്തിൽ നടക്കുന്ന ശുദ്ധ ഇത്തരത്തിൽ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഈ ഐക്യദാർഢ്യ സദസ്സിലേക്കൊക്കെ അവരെ സ്പീക്ക് നടത്തിക്കുന്നത്. ആ സ്പീക്ക് നടത്തിക്കുന്ന അവരോട് നമ്മൾ ചെയ്യുന്ന ശുദ്ധ ചെറ്റത്തരം എന്ന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു പത്രം, ഈ പത്രം ഏത് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ പിന്നണി പ്രവർത്തകർ ആരാന്നൊക്കെ നമുക്കറിയാലോ. അത്തരത്തിലുള്ള ഒരു സദസ്സിലേക്ക്, RSS നടത്തിയ ഒരു സദസ്സിലേക്ക് അവരൊരു സ്പീക്ക് നടത്തി പോയിട്ട് അവരെ ഒരു ജാമിത ടീച്ചർ എന്ന് പറയുന്ന അറിവിൽ അറിയപ്പെടുന്ന അവർക്ക് ടീച്ചർ എന്ന പദവി കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ആരാണെന്നുള്ളത് എനിക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചത്. നിങ്ങളൊരു സ്ത്രീയാണല്ലോ, ഉത്തരം ഉണ്ടാവില്ല അല്ലെ? ഞാൻ എന്താ പറയേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് എന്തുകൊണ്ട് ടീച്ചർ നേർത്തു, ഒരാൾക്ക് ടീച്ചർ എന്നില്ല, രണ്ടുപേരും നമ്മളെ ഇതില് ഒരേപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. എന്റെ ചോദ്യമല്ല, അതല്ലേ സത്യം? അതെ. അപ്പം അത് എഡിറ്റോറിയൽ വിങ് ചെയ്ത ഒരു സംഗതിയാണ്. അപ്പൊ എനിക്ക് അവരോട് വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ. ഓക്കെ, ഇനി ഇതിന്റെ മേലെ ആരെങ്കിലും ഞാൻ ബന്ധപ്പെടേണ്ടതുണ്ടോ? കാരണം എനിക്ക് ഈ സംസാരിക്കുന്ന ആളുകളുടെ ഒക്കെ ഓഡിയോ ആവശ്യമാണ്. നിങ്ങളുടെ ഓഡിയോയും ഈ ശശി എന്ന് പറയുന്ന ആൾ എന്നോട് റെസ്പോണ്ട് ചെയ്ത ഓഡിയോയും ഇത് സഹിതം എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓൺലൈൻ ചാനലാണ്, യൂട്യൂബ് ചാനലാണ്, ഫേസ്ബുക്ക് രണ്ടും കൂടിയാണ്, ചാണക്യ ന്യൂസ് എന്നുള്ള പേരിലൊക്കെയാണ്. അപ്പൊ അതിൽ കൊടുക്കാനും കൂടി വേണ്ടിയിട്ട് ഇനി ഞാൻ ആരെങ്കിലും ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ടോ?
ഞാനിതൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ, ഞാൻ അന്വേഷിച്ചിട്ടേ വീഡിയോ ചെയ്യുന്നുള്ളൂ. എനിക്ക് അങ്ങ് ഒരു ചെറിയ റിപ്പോർട്ട് തരാൻ ഞാൻ എപ്പോഴും അങ്ങനെ ബന്ധപ്പെടേണ്ടേ? ഞാൻ ആദ്യം ഒന്ന് കാവാലത്തിൽ തന്നെ വിളിച്ചു നോക്കട്ടെ എന്താ. ഓക്കെ, ശരി. ഞാൻ അയാളോട് ചോദിച്ചൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഇയാൾ ഇതേ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ശശികല ടീച്ചർക്ക്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ഒരു അധ്യാപകൻ, നിങ്ങളുടെ അമ്മ ഒരു ടീച്ചർ, അവർക്ക് പൊതുസമൂഹം അർപ്പിച്ചു കൊടുത്ത ഒരു സ്ഥാനം ആ ടീച്ചർ എന്ന പദവിയോടുകൂടിയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന നിങ്ങളുടെ അവരുടെ പേര് മാത്രം കൊടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫീൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ എടുത്തു വയ്ക്കേണ്ടതാവോ, നിങ്ങൾ എന്റെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചാൽ അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് നമ്പർ കളക്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ ജന്മഭൂമിയിൽ തന്നെയുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് ഞാൻ ഇതേപോലെ ചോദിച്ചു, നിങ്ങളുടെ അമ്മ ഒരു ടീച്ചറാണ്, ആ ടീച്ചർ അറിയപ്പെടുന്നത് ഈ പേരോടൊപ്പം ടീച്ചർ എന്ന പദവിയോട് കൂടിയിട്ടാണ്. അങ്ങനെ ഒരു പത്രത്തിൽ ഇതേ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ അമ്മ. അങ്ങനെ ആ അമ്മയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ അമ്മയുടെ പേര് മാത്രം അച്ചടിച്ച് വരുമ്പോൾ ഈ ശശികല ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യ ടീച്ചർ തന്നെയാണ്. ആ ടീച്ചറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ചോദിച്ചപ്പോൾ, നിങ്ങളുടെ ജന്മഭൂമിയിൽ നിങ്ങളുടെ നമ്പർ തന്നെ എല്ലാവരുടെയും നമ്പർ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു അത് വലിയ വേദനാജനകം തന്നെയാണ്. ഒരു മകൻ അതല്ലെങ്കിൽ അത്രയും ആത്മസുഹൃത്ത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ശരിയല്ലേ ജയചേച്ചി? അല്ലേ? അപ്പൊ അത് വലിയൊരു നീതിബോധം നമ്മളവിടെ തെറ്റ് ചെയ്തിട്ടില്ല, വലിയൊരു ഇത് ചെയ്തിട്ടില്ലേ ഉള്ളത്. ഇവരെ നമുക്കറിയാം. ഇപ്പൊ ജയചേച്ചിക്ക് അറിയാലോ, ജാമിദ ടീച്ചറെ അറിയപ്പെടുന്നത് ജാമിദ എന്ന പേരിലല്ല, ജാമിദ ടീച്ചർ എന്ന പേര് തന്നെയാണ്. ശരി, ഞാൻ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മേഡത്തെ വിളിക്കാം കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി. നോക്കൂ, ഞാന് ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല. പക്ഷെ ഞാൻ ഇവരെ വിളിക്കുന്നത് 12:10 ഞാൻ ഇവരെ വിളിക്കുന്നത്. ഞാൻ ഈ സമയം പറയാൻ കാരണം, ഞാൻ ഇവരോട് അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങേ വിളിക്കാം. ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ കാവാലം ശശി എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിച്ചിട്ട്, അതായത് ഇവരുടെ ജൂനിയർ ആയിട്ടുള്ളതാണ്, കാരണം ഡെപ്യൂട്ടി എഡിറ്റർ ആണ്, ഇവര് മാനേജറുമാണ്. അവ സംസാരിച്ചതിന് ശേഷം ഓക്കെ എനിക്ക് റിപ്പോർട്ട് തരൂ കേട്ടോ എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. നിങ്ങൾ കേട്ടല്ലോ, അവസാനം കേട്ടല്ലോ. അങ്ങനെ 12:10 കഴിഞ്ഞ് ഞാൻ 1:15 സമയത്ത് ഞാൻ അവരെ വിളിച്ചു. അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവരത് കട്ട് ചെയ്യാണ്, റിംഗ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം 2:20 നമ്മുടെ ലൈവ് വീഡിയോ ആയതുകൊണ്ട് തന്നെ 2:20 ആയി. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഞാൻ 1 മണിക്കൂറുടെ വെയിറ്റ് ചെയ്തു, കാരണം ഇവരുടെ റെസ്പോണ്ട് ഇനി ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലോ എന്ന് കരുതിയിട്ട്. എന്നിട്ട് ഞാൻ ഈ ലൈവ് വീഡിയോയുടെ ലിങ്ക് ഞാൻ അവർക്ക് ഷെഡ്യൂൾ ചെയ്തതായിട്ടുള്ള ലിങ്ക് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പൊ ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പൊ അവർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ് എന്ന് പറയേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, ജന്മഭൂമി എന്ന് പറയുന്ന പത്രമൊക്കെ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് നമുക്കറിയാം. ഇന്നും അവർക്ക് സ്വന്തമായിട്ട് പ്രസ് ഇല്ല എന്നാണ് എന്റെ അറിവ്. മറ്റേതൊക്കെ പ്രസ്സുകളിൽ അച്ചടിച്ചുകൊണ്ടാണ് അവരുടേതായിട്ടുള്ള ആ പത്രവിതരണമൊക്കെ നടക്കുന്നത് എന്നാണ് എന്റെ അറിവ്. ഇനി അത് വർഷങ്ങൾക്ക് മുമ്പ് ആണോ ഇപ്പോഴങ്ങനെയാണോ അല്ലേ എന്നുള്ളത് പുതിയ വിവരം എനിക്കില്ല. എന്തായാലും 2-3 വർഷം മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു എന്നുള്ള അറിവ് എനിക്കുണ്ട്. എന്തായാലും നോക്കൂ, ഇത്തരത്തിലൊരു അഹങ്കാരിയായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ, നമ്മളൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ തന്നെ, കസ്റ്റമർ കെയർ എന്താന്നുള്ളത് നമുക്കറിയാലോ, അത്തരത്തിൽ നമ്മൾ വിളിക്കുന്ന സമയത്തോട് അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുക. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, വേണേ നീയൊക്കെ വായിച്ചാൽ മതി എന്നുള്ള രീതിയിൽ താന്തോന്നി വാസം കാണിക്കുക. പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംഘടനയുടെ, മാതൃസംഘടനയുടെയൊക്കെ ആ ഒരു ഉന്നത ശ്രേണിയിലുള്ള ആളുകളുടെയൊക്കെ ആശീർവാദത്തോടു കൂടി, അനുഗ്രഹത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് ഇത് എന്നറിയാം. അത്തരത്തിലുള്ള പത്രത്തിൽ നിന്ന് ഈ പറയുന്ന കാവാലം എന്ന് പറയുന്ന ആ കുടുംബ പേരുണ്ടല്ലോ, നമുക്കറിയാം, നാരായണ പണിക്കർ സാറായാലും ശ്രീകുമാർ സാറായാലും ഇത്ര ഒട്ടേറെ കാവാലം കുടുംബത്തിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നമ്മൾക്കറിയാം. ഇനി എന്തെങ്കിലും ഞാൻ വലിയ സംഭവമാണ്, ഞാൻ കാവാലം കുടുംബത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് നീയൊക്കെ പറയുന്നത് കേൾക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല, ഞാൻ പറയുന്ന വേണേ നീയാണ് കേട്ടോ എന്ന അഹങ്കാരത്തോടു കൂടി നടക്കുന്ന ഈ ശശി എന്ന് പറയുന്ന വ്യക്തി, ഇത് ഞാൻ മാത്രം പറയുന്നതല്ല കേട്ടോ, ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ഇതേ ജന്മഭൂമിയിലെ ഓഫീസിലുള്ള ആളുകൾ പറയുന്നതാണ്. കാരണം നമ്മൾക്കും അതിനുള്ളിലായാലും പുറത്തായാലും ഒക്കെ നമ്മൾക്കും കണക്ഷൻസ് ഒരുപാടുണ്ട്. ഇയാളുടെ ധാരണ ഇയാൾ എന്തോ വലിയ സംഭവമാണ്, വലിയ ജാടയും വലിയ അഹങ്കാരവും ധാർഷ്ട്യവും കാണിക്കുക. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ശശികല ടീച്ചറെ അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്. അതിനു മുൻപിൽ ബഹുമാന്യ എന്നുകൂടി ചേർക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി അതൊന്നും വേണ്ട, ഈ പറയുന്ന ജാമിദ എന്ന പേര് ഇസ്ലാമിക ജിഹാദികളും ഇവിടുത്തെ വർഗശത്രുക്കളായിട്ട് രാജ്യദ്രോഹികളും ഉപയോഗിക്കുന്ന അതേ പേര് കൊടുക്കുന്നതിലൂടെ ഈ ജിഹാദികളെ സുഖിപ്പിക്കാനാണ് ഈ കാവാലം എന്ന് പറയുന്ന ആ കുടുംബ പേര് നമുക്ക് മാറ്റിവെക്കാം. ഈ ശശി എന്ന് പറയുന്ന ഇദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് സംശയിച്ചാലും കുറ്റപ്പെടുത്താനാവില്ല. അത്രയ്ക്ക് അവരെ നമ്മൾ വിളിച്ചറിയിച്ചു,
അതിനുശേഷം അയാളിൽ നിന്ന് മോശമായിട്ടുള്ള അഹങ്കാരത്തോടെ ധാർഷ്ട്യം നേരിട്ടും അതിനുശേഷം ജന്മഭൂമിയുടെ മാനേജറായുള്ള ജയ എന്ന് പറയുന്ന ആ ചേച്ചിയെ ആ മേഡത്തെ വിളിച്ച ആ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഈ ശശിയുമായി സംസാരിച്ചത് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പോലും പറ്റാത്ത അത്ര കണ്ട് അഹങ്കാരിയാണ്. എന്റെ അച്ഛനെ വരെ പറഞ്ഞ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മറ്റു ഭാഷ കൊണ്ടാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ ഈ കാവാലം എന്ന് പറയുന്ന കുടുംബ പേര് ഇയാളുടെ മുൻപിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇതിൽ ഒതുക്കുകയാണ്. ഇനി ഇതില് എനിക്ക് സഹിക്കാനൊന്നും പറ്റില്ല. എന്റെ അച്ഛനെയൊക്കെ കള്ളൻ എന്നൊക്കെ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു ഡാഷ് മോൻ, അതേ ഇയാൾ അർഹിക്കുന്നുള്ളൂ. ഇയാളുടെ ഫോട്ടോയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച് ജാമിദ ടീച്ചറുടെ മുകളിൽ. അപ്പോ ഇയാളുടെ അറിവോടെയാണ് ഇയാൾ ഇത് ചെയ്തത് എന്ന് 100% ഉറപ്പാണ്. അപ്പോ ഇനി ഇവരുടെ മേൽ ഘടകങ്ങൾ ആരാണെന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഏതായാലും അന്വേഷിച്ച് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ വ്യക്തിപരമായിട്ട് ജാമിദ ടീച്ചർ ഈ ഒരു ഫംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത് എങ്ങനെയെന്ന് ഇത് ഓർഗനൈസ് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും. സാധാരണ 5 മണിക്ക് പകൽ ഫംഗ്ഷനിൽ ടീച്ചർ പങ്കെടുക്കാറില്ല. കാരണം അവർക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് പെരുന്തമണ്ണയ്ക്ക് തനിയെ വരാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സംഘടന ഇത് സംഘടിപ്പിച്ച ആളുകളുടെ കയ്യിൽ സാമ്പത്തികം, നമ്മൾക്കറിയാലോ, നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് പിരിവെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സംഘാടകർ. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് അവിടേക്ക് ഒരു വാഹനം വിട്ടുകൊണ്ട് അതിൽ ഇങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് കൊണ്ടുവരാനോ തിരിച്ചു കൊണ്ടാക്കാനോ ഒന്നും കെൽപ്പില്ല. അത്ര വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നാമ്പുറ ആളുകൾ, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചറോട് വലിയ അഭ്യർത്ഥനയും നിർബന്ധവും നടത്തിയതിന്റെ പേരിൽ തന്നെയാണ്. കാരണം ടീച്ചറെ പോലെയുള്ള ഒരാളായിരിക്കണം ഒരു മുസ്ലിം സമുദായം ഈ മുസ്ലിം ഭീകരത ലോകമാകെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഇസ്ലാമിക ഭീകരർക്കെതിരെ സംസാരിക്കാൻ ഏറ്റവും ഉചിതയായിട്ടുള്ള, അതും ഒരു സ്ത്രീയാണ്, ജാമിദ ടീച്ചർ തന്നെയാണ് എന്ന ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ടീച്ചറോട് നിർബന്ധിച്ചതിന് ശേഷം മാത്രമാണ് ടീച്ചറുടെ ഹസ്ബൻഡിന് ഒരു കടയുണ്ട്, ആ കടയൊക്കെ പൂട്ടി അതുപോലും ലോക്ക് ചെയ്തിട്ടാണ് ടീച്ചറെയും കൊണ്ട് അദ്ദേഹം വന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവർ തിരിച്ചു പോയതും. അപ്പൊ അവർ സഹിച്ച റിസ്ക് എത്ര ഉണ്ടെന്ന് നമുക്കറിയാലോ. അത്രയും സഹിക്കുന്ന ഈ സമൂഹത്തിൽ ഒന്നടങ്കം ഫൈറ്റ് ചെയ്ത് ഈ പറയുന്ന വലിയൊരു ഭീകര ആറ്റം ബോംബ്, ക്യാൻസർ എന്നൊന്നും പറയാൻ പറ്റില്ല, വലിയൊരു ആറ്റം ബോംബിനോട് പടവെട്ടി ഫൈറ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന ടീച്ചറെ അപമാനിക്കുക മാത്രമല്ല ആ അപമാനിച്ചതിനെ ന്യായീകരിക്കുക കൂടി ചെയ്യുന്ന ഇവരെ ഇനി മാന്യ പ്രേക്ഷകർ തന്നെ വിലയിരുത്താൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ വേദനാജനകമായിട്ടാണെങ്കിൽ പോലും ഞാൻ ഇടുന്നത്. കാരണം ഇയാളിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഈ ശശി എന്ന് പറയുന്ന കാവാലം എന്ന് പറയുന്ന വാക്യം ഉപയോഗിക്കുന്നില്ല. ഈ ശശി എന്ന് പറയുന്ന ഡെപ്യൂട്ടി എഡിറ്റർ, മാഡം പറയുന്നു ഡെപ്യൂട്ടി എഡിറ്റർ, ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ചുറ്റുവട്ടത്തുമുള്ള ഈ ജന്മഭൂമി സ്റ്റാഫ് പോലും ഇയാളുടെ ഒരു വലിയ ജാടക്കാരനാണ്, അഹങ്കാരക്കാരനാണ് എന്ന് പച്ചയ്ക്ക് അവർ തന്നെ പറയുന്നത്. കാരണം ഞാൻ നമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്താണ് എനിക്കിതൊക്കെ അവരിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു മറുപടി പോലും പറയാതെ ഈ മാനേജർ എന്ന് പറയുന്ന ഈ ജയ എന്ന് പറയുന്ന മാം, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മൾക്കറിയാം ചില ഓഫീസുകളിലൊക്കെ റബ്ബർ സ്റ്റാമ്പുകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്നത് അയാളാണ് നമ്മുടെ മുൻപിൽ മുഖ്യമന്ത്രിയെങ്കിലും അയാളുടെ പിൻസീറ്റ് ഭരണം നടത്തുന്നത് അയാളുടെ മരുമകൻ അടക്കമുള്ള ഇനി മറ്റേതെങ്കിലും ശക്തികളൊക്കെ ആണോ എന്ന് നമ്മൾ സംശയിക്കാറുണ്ട്. അത്തരത്തിൽ പിണറായി വിജയൻ റബ്ബർ സ്റ്റാമ്പ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ ഈ ജയ എന്ന് പറയുന്ന ഈ മാം ഒരു മാനേജർ ആണെങ്കിൽ പോലും അവരുടെ ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി എഡിറ്റർ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ട് ശരി ഞാൻ പറയാമെന്ന് ഉത്തരം തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഈ പിണറായി വിജയനെ പോലെ ഒരു റബ്ബർ സ്റ്റാമ്പ് ആണോ ഇതിനുള്ളിൽ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ശശി എന്ന് പറയുന്ന ഇയാൾ ചിന്തിക്കേണ്ടത് അയാളുടെ പ്രായവും പക്വതയും അതല്ലെങ്കിൽ അയാളുടെ കുടുംബ മഹിമയൊക്കെ വെച്ചുകൊണ്ട് ആളുകളുടെ അഹങ്കാരത്തോടുകൂടി ധാർഷ്ട്യത്തോടുകൂടി അല്ല പെരുമാറേണ്ടത് എന്ന് ഇനിയെങ്കിലും പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റുള്ളവരുടെ തന്തയ്ക്കൊക്കെ വിളിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും ഒക്കെ കള്ളനും മറ്റുമൊക്കെ ആക്കി സംസാരിക്കുന്ന ഇയാളുടെ സംസ്കാരം പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ ഈ പഠിച്ച സംസ്കാരം ഈ കാവാലം കുടുംബം എന്ന് പറയുന്ന നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നാരായണ പണിക്കർ സാറായാലും ശ്രീകുമാർ സാറായാലും ഇവരൊക്കെ പിന്തുടരുന്ന ആ സംസ്കാരം തന്നെയാണോ ഇയാൾക്കും കിട്ടിയത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.